പ്രവാസി. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിലെ അപ്പാർട്ട്മെന്റുകളുടെ ശരാശരി താമസ വാടക ഉയർന്ന നിരക്കിലെത്തി. അപ്പാർട്ട്മെന്റുകളുടെ ശരാശരി വാടക ഈ വർഷം ഒരു ചതുരശ്ര അടിക്ക് 95.7 ദിർഹമാണ്. 2017 ഇത് 95.5 ദിർഹമായിരുന്നു. വില്ലകൾക്ക് ശരാശരി വാടക ഒരു ചതുരശ്ര അടിക്ക് 91.3 ദിർഹമാണ്. അപ്പാർട്ട്മെന്റുകളുടെ ശരാശരി വാടക 2017 ജനുവരിക്ക് ശേഷമുള്ള ഉയർന്ന നിരക്കിലാണ്. വില്ലകളുടെ വാടക നിരക്കിലും വൻ വർധനയുണ്ട്. ദുബായിലെ ഒരു സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ റിപ്പോർട്ട് പ്രകാരം 2017 അപേക്ഷിച്ച് ഈ ജൂലൈയിൽ ശരാശരി താമസ വാടകയിൽ 22% വർധനവ്. ഈ വർഷം ജൂലൈയിൽ മൊത്തം വാടക കരാറുകളുടെ എണ്ണം 3,25,727 ആണ്. 2019 ഇതേ കാലയളവിൽ ഇത് 2,27,011 ആയിരുന്നു. 43.5% വർധനവ്. 4 വർഷം മുമ്പ് വരെ 12 മാസത്തെ കരാറിൽ 4-5 ചെക്ക് മുൻകൂട്ടി കൈമാറിയിരുന്നു വാടക നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് ഒട്ടുമിക്ക വാടക കരാറുകൾ നേരിട്ട് പണമടയ്ക്കുന്ന രീതിയിലേക്ക് മാറിയെന്നാണ് വിലയിരുത്തൽ. വാടക നിരക്ക് ദുബായിൽ കൂടി തുടങ്ങിയതോടെ ഷാർജയിൽ നിന്നും മറ്റു വടക്കൻ എമിറേറ്റ്സുകളിൽ നിന്നും ഇവിടേക്ക് താമസം മാറ്റുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നതായി മുമ്പ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കോവിഡിനെ തുടർന്ന് 2 വർഷം ദുബായിൽ പല മേഖലകളിലും വാടക കുറഞ്ഞിരുന്നു. കരാമയിൽ പോലും 80,000 ദിർഹം വാർഷിക വാടക നിരക്കായിരുന്നത് 70,000 കുറഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഷാർജയിൽ നിന്നും മറ്റു കൂടുതൽ കുടുംബങ്ങൾക്ക് ദുബായിലേക്ക് താമസം മാറ്റിയിരുന്നു. എന്നാൽ 2021 അവസാനം മുതൽ വിപണി കൂടുതൽ സജീവമായതോടെ ദുബായിൽ പലയിടത്തും വാടക നിരക്ക് കൂടാൻ തുടങ്ങി. ഇതേ നിലയിൽ വാടക കൂടുമെന്ന് മേഖലയിലുള്ളവരും ചൂണ്ടിക്കാട്ടിയിരുന്നു. ബിസിനസ് ബേ, ഗ്രീൻസ്, ദൈറ, ദുബായ് സ്പോർട്സ് സിറ്റി, പാം ജുമൈറ എന്നിവിടങ്ങളിലെ വാടക നിരക്ക് കൂടിയിരുന്നു. 2012 ഉയർന്ന നിലയിലേക്കായിരുന്നു വാടക കൂടിയിരുന്നത്. കഴിഞ്ഞ വർഷം തന്നെ ദുബായ് മറീനയിൽ 58,000 ദിർഹം 65,000 ഗ്രീൻസിൽ 70,000 ദിർഹം 72,500 ജുമൈറയിലേക്ക് ടവേഴ്സിൽ 50,000 ദിർഹം 57,500 ഉയർന്നിരുന്നു. അമ്പരചുംബികൾ ഏറെ ഉയർന്നതോടെ ആവശ്യക്കാർ കുറയുകയും വാടകയിടങ്ങൾ കൂടുകയും ചെയ്തത് കാരണം 2014 മുതൽ പല മേഖലയിലും വാടക കുറഞ്ഞു വരുന്ന പ്രവണത തുടങ്ങിയിരുന്നതായി ആസ്റ്റെക്കോ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2019 കോവിഡ് വന്നതോടെ വാടക പല മേഖലയിലും വല്ലാതെ താഴ്ന്നു. എന്നാൽ വിപണി വീണ്ടും സജീവമാകുകയും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉൾപ്പെടെ ഉണർവ് കാണുകയും ചെയ്തതോടെ മിക്ക മേഖലയിലും വാടക ഉയർന്നു. രാവിലെ ഷാർജയിൽ നിന്നും മറ്റു മണിക്കൂറുകൾ ഗതാഗത കുരുക്കിൽ കിടന്നു വരുന്നത് ഒഴിവാക്കാനാണ് മിക്കവരും ദുബായിലേക്ക് താമസം മാറുന്നത്. എന്നാൽ അജ്മാൻ, റാസൽ ഖൈമ ഉൾപ്പെടെ വടക്കൻ എമിറേറ്റിൽ നിന്ന് എമിറേറ്റ്സ് റോഡ് വഴി ഗതാഗത കുരുക്കിൽ അധികം പെടാതെ നേരെ ദുബായിലേക്ക് എത്താമെന്ന സൗകര്യം വന്നതോടെ കൂടുതൽ പേരും അവിടേക്കും താമസം മാറ്റിയിരുന്നു. ഗതാഗത സമയവും ലാഭിക്കാം എന്നതുകൊണ്ട് കൂടിയാണ് പലരും ദുബായിലെ താമസം ആഗ്രഹിച്ചിരുന്നത്. വാടക ഇതേ നിലയിൽ ഉയർന്നാൽ വീണ്ടും അവിടങ്ങളിൽ തന്നെ താമസിക്കാനാകും മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.